രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വീകരിച്ചതിന് ശേഷം പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ച നടപടികളെ മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ. എൻ്റെ ചർച്ചയിൽ തന്നെ താങ്കളാണ് അവധാനതാപൂർണമാണ് ഈ സർക്കാർ റിപ്പോർട്ട് കൈകാര്യം ചെയ്തതെന്ന് അഭിപ്രായപ്പെട്ടത്. കോടതിക്ക് അഭിപ്രായമില്ല എന്ന് മാത്രമല്ല, ഞെട്ടിക്കുന്നതാണ്, അമ്പരപ്പിക്കുന്നതാണ് സർക്കാരിൻ്റെ ഈ നടപടി എന്ന് കോടതി വിലയിരുത്തുകയാണ്. രൂക്ഷമായ ഭാഷയിൽ വിധിയിൽ എഴുതി വെക്കുകയാണ്. അപ്പോൾ കോടതി പറഞ്ഞ ഈ ബ്ലെയിം രാഹുൽ ഈശ്വറും കൂടി കുറച്ച് ഷെയർ ചെയ്യുമോ? ചെയ്യാം. ബഹുമാനപ്പെട്ട കോടതി പറയുന്ന സമീപനം നമ്മളെല്ലാം സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് നിയമപരമായിട്ട്. എന്നാൽ അഭിലാഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. അഭിലാഷ് ഇനിയും ചൂണ്ടിക്കാട്ടാത്ത 2-3 കാര്യങ്ങളിലൂടെ ഹൈലൈറ്റ് ചെയ്യാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എന്ന് തന്നെയാണ്. ഇതിൽ മാധ്യമ വിചാരണ പാടില്ല, അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മീഡിയ ബ്രീഫിംഗ് പാടില്ല, രഹസ്യാത്മകത സൂക്ഷിക്കണം, പരാതിക്കാരുടെയോ പ്രതികളുടെയോ വിവരങ്ങൾ പുറത്തുവിടരുത്. ഒന്നുകൂടെ പറയാം, പരാതിക്കാരുടെയോ പ്രതികളുടെയോ വിവരങ്ങൾ പുറത്തുവിടരുത്. മാധ്യമ വിചാരണ ശരിയല്ല. മൊഴി നൽകിയവർക്ക് പരാതി ഇല്ലെങ്കിൽ അന്വേഷണം വീണ്ടും അവസാനിപ്പിക്കാമല്ലോ. അടുത്തത് മാധ്യമങ്ങളുടെ നിയന്ത്രണം വേണമെന്ന് കോടതി അക്സെപ്റ്റ് ചെയ്യില്ല. സത്യം, മാധ്യമങ്ങളോട് സെൽഫ് മാധ്യമങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഒരു ഗാഗ് ഓർഡർ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അത് കൊടുക്കാൻ കോടതി തയ്യാറായില്ല എന്നുള്ള കാര്യം, അതായത് മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ കോടതി തയ്യാറായില്ല എന്ന കാര്യം പ്രത്യേകം കാര്യമാണ്. പക്ഷേ കോടതി പോലും മാധ്യമങ്ങൾക്ക് ആ സംയമനവും ആത്മനിയന്ത്രണവും വേണം എന്ന് ചൂണ്ടിക്കാണിച്ചു. ഇനി 2 ഏജ് പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കോടതിയിൽ. ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചാണ് ചില ഹർജികൾ പ്രശസ്തിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അടുത്ത തവണ ഈ ഹർജികളെല്ലാം വരുമ്പോൾ തിടുക്കപ്പെട്ട നടപടികൾ വേണ്ട. കോടതി വളരെ ബാലൻസ്ഡ് ആയ ഒരു വെർഡിക്റ്റാണ്. ശരിയാണ്, അഭിലാഷൊക്കെ പറയുന്ന വാദഗതിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന, നിങ്ങളുടെ നിലപാട് തറയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന വിധി തന്നെയാണ്, അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാൽ പോലും കോടതി ബാലൻസ്ഡ് ആയി സന്തുലിതമായ ഒരു വിധിയാണ് കൊണ്ടുവന്നത്. സന്തുലിതത്വം എന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വർ, ഒന്ന് ഇപ്പോ ഈ ഇരയാക്കപ്പെട്ടവരുടെയും ആരോപണ വിധേയരുടെയും പ്രൈവസിയും മനുഷ്യാവകാശവും സംരക്ഷിക്കപ്പെടണം, ആരോപണ വിധേയരായവർക്കും മനുഷ്യാവകാശങ്ങൾ ഉണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഞാനും അംഗീകരിക്കും. ഞാൻ അത് അംഗീകരിക്കുന്നു. അതിന്റെ അർത്ഥത്തിൽ ഏതെങ്കിലും മാധ്യമ നിയന്ത്രണം കൊണ്ടുവരാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കണം, അവർ ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതൊരു തരത്തിലുള്ള കോടതിയുടെ പ്രതീക്ഷ പ്രകടിപ്പിക്കലാണ്. അതിനോട് മാധ്യമങ്ങൾ അനുഗുണമായ സമീപനം തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നോക്കൂ, ഈ ഉത്തരവിന്റെ ക്രക്സ് എന്താണ്? വളരെ വ്യക്തമായി കോടതി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നോക്കൂ. വി മസ്റ്റ് ഒബ്സർവ് ദാറ്റ് വി ആർ റാദർ പെർപ്ലെക്സ്ഡ് ബൈ ദ ഇനാക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിഷ്ക്രിയത്വം ഞങ്ങളെപ്പോലും ആശയക്കുഴപ്പത്തിലാക്കുന്നു, അമ്പരപ്പിക്കുന്നു എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറയുകയാണ്. താങ്കൾ മുക്തകണ്ഠം പ്രശംസിച്ച പിണറായി വിജയന്റെ സർക്കാരിനെ കുറിച്ച് ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് ദ കണ്ടക്ട് ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഹാസ് ബീൻ അലാമിംഗ്ലി ലെഥാർജിക് എന്നാണ്. ഈ നിങ്ങളുടെ ആലസ്യം അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ കഴിയാതിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് അലാമിംഗ് ആണെന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറയുകയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇല്ലെന്ന് പറയുന്നില്ല. അവിടെയാണ് ഒരു കാര്യം മാത്രം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കുകളോട് ചേർത്ത് പറയാൻ പോലും എനിക്ക് യോഗ്യതയല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ 2 കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകാൻ വയ്യ എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ഒന്ന്, സർക്കാർ ഈ കാര്യത്തിൽ ഇതല്ലാതെ മറ്റൊരു പൊസിഷൻ എടുക്കാൻ കഴിയുമായിരുന്നോ? അതിന് നമ്മൾ കമ്മീഷനും കമ്മിറ്റി നമ്മൾ എൻക്വയറി നോക്കി, 8B പോലുള്ള സെക്ഷൻസ് നോക്കി, അത് മറ്റൊരു വിഷയം. 2, ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടെ ഉണ്ട്. ഇന്ത്യയുടെ കോടതികളിൽ പൊതുവെ കാണാത്ത പ്രതികളുടെയും ആരോപിതരുടെയും പ്രിവസി സംരക്ഷിക്കുമെന്നുള്ളൊരു സമീപനം, ഒരു ലീഗൽ പ്രീസിഡൻസ് ഒരുപക്ഷെ കേരള ഹൈക്കോടതി ആയിരിക്കും ഇത്രയും ഉച്ചത്തിൽ ശക്തമായി പറയുന്നത്. അത്തരം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാതെ പോകരുത്. കാര്യം അതും ഒരു വശമാണ്. കാര്യം നിവിൻ പോളിയുടെ വ്യാജ കേസിൽ നമ്മൾ കണ്ടു, 2015 തുടങ്ങിയ ഹോട്ടലിൽ 2012 പീഡിപ്പിച്ചു എന്ന ശ്രീ രഞ്ജിത്തിനെതിരെയുള്ള വ്യാജ കേസിൽ കണ്ടു. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടെ മാധ്യമങ്ങളും കൂടി സന്തുലിതമായ, സംയമനമുള്ള, സമവായമുള്ള ഒരു സമീപനം സ്വീകരിക്കണമെന്ന് മറക്കരുത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്രയും രൂക്ഷമായി വിമർശിക്കുമെന്ന് സത്യം പറഞ്ഞാൽ കരുതിയില്ല. കുറെ കൂടെ മറ്റൊരു സമീപനമാണ് എടുക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഹൈക്കോടതി ശരി, എന്തായാലും ഹൈക്കോടതിയുടെ രൂക്ഷമായ വാക്കുകളെ താങ്കൾ അംഗീകരിക്കുന്നല്ലോ. അംഗീകരിക്കാതെ സർക്കാരിനും തരമില്ല.